മുജാഹിദ് പ്രഭാഷകനായ ചുഴലി അബ്ദുള്ള മൗലവി വളരെ അപകടകരമായ ഒരു പ്രസ്താവന കേരളത്തിലെ ലോകത്തിലെ സുന്നി സമൂഹത്തെക്കുറിച്ച് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിന്നീ ചർച്ച ഇവിടെ നടത്തുന്നത്. എന്നോടൊപ്പമുള്ളത് സത്യധാര എഡിറ്റർ സാദിഖ് ഫൈസി താനൂർ, ഒപ്പം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ MP പ്രശാന്ത് അവർകളാണ്. ഇരുവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം സാദിഖ് ഫൈസിയിലേക്ക് വന്നാൽ, ആദ്യത്തെ തന്നെ ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രസ്താവന, ആ ഒരു പ്രസംഗം കേട്ടപ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടായ ആദ്യത്തെ ഒരു വികാരം എന്താണ്? അല്ല, ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളും അതുപോലെയുള്ള സംവിധാനങ്ങളും വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ പുതിയൊരു തലമുറ, പ്രത്യേകിച്ച് പൊതുവിഷയങ്ങളിലൊക്കെ വളരെ മാന്യത പുലർത്തുന്ന പുതിയൊരു തലമുറ കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ര അത്ഭുതകരമായ ഒന്ന് തോന്നുന്നില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനം, വഹാബി മൂവ്മെൻറ്റ്, അതിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ വെച്ച് പുലർത്തുന്ന ഒരു നിലപാടാണത്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അവരുടെ നിലപാടാണ്. പക്ഷെ ആ നിലപാട് സുന്നി സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ അവർ ഉറക്കെ പറയാറില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മറ്റു പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം സുന്നികളാണ് മഹാഭൂരിപക്ഷം. 90% വരുന്ന സുന്നികൾക്കിടയിൽ ഇങ്ങനെ ഒരു നിലപാട് പറയുന്ന സമയത്ത് ഇവർ മുസ്ലിങ്ങളല്ല, പള്ളികൾ, കേരളത്തിലെ മഹല്ലു പള്ളികളെല്ലാം ക്ഷേത്രങ്ങൾക്ക് തുല്യമാണ്, അതേപോലെ പള്ളിയിലെ ഇമാം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ പൂജാരിയെ പോലെയാണ്, പൂജാരിയെ തുടർന്ന് നിസ്കരിക്കുന്നത് പോലെയാണ് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നത്, ക്ഷേത്രത്തിൽ നിസ്കരിക്കുന്നത് പോലെയാണ് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഒറ്റപ്പെടാനും സമൂഹം അവരെ മാറ്റി നിർത്താനും കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർ അത്തരം കാര്യങ്ങൾ പറയാറില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നവർ, ഈ ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നവർ, ഈ ഒരു സമീപനം കൊണ്ട് നടക്കുന്നവർ സലഫി പ്രസ്ഥാനത്തിനകത്ത് വ്യാപകമായിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിലെ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്നൊരു നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പാണക്കാട് ചൊവ്വാഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ ഈ ആളുകൾക്ക് മന്ത്രം എഴുതി കൊടുക്കുകയും ഉറുക്കെഴുതി കൊടുക്കുകയും ഇത് വിഷ്വലൈസ് ചെയ്തിട്ട് ഇത് അറബികൾക്കിടയിൽ സൗദി അറേബ്യയിൽ കൊണ്ടുപോയി, ഇതാ കേരളത്തിലെ ഷിർക്കിൻ്റെ നേതാവാകുന്നു, പാഗനിസത്തിൻ്റെ, ബഹുദൈവ വിശ്വാസത്തിൻ്റെ, ബഹുദൈവ ആരാധകരുടെ നേതാവാകുന്നു ഇയാൾ, അതുകൊണ്ട് തന്നെ ഇയാളെ സൂക്ഷിക്കണം, ബഹിഷ്കരിക്കണം, മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ട് അറബികൾക്കിടയിൽ സുന്നി സ്ഥാപനങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഇത് വ്യാപകമായി അവർ നടത്തുന്നതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു നവോത്ഥാനത്തിൻ്റെ, പരിഷ്കരണത്തിൻ്റെ ഒരു മുഖംമൂടി ധരിക്കുന്നത് കൊണ്ട് തന്നെ അത് അവർ പബ്ലിക്കായി പറയാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചുഴലിയെ പോലെയുള്ള, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ഒറ്റപ്പെട്ട തീവ്രവാദികൾ ഇത് വളരെ ശക്തമായി പറയുന്നുണ്ട് എന്നതാണ്. പ്രശ്നം ആ ചോദ്യം തന്നെ അല്ല, ഇതിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം, ഞാൻ മനസ്സിലാക്കിയത് ഈ ശിർക്കാരോപണം എന്നുള്ളത് ഇസ്ലാമിലെ വളരെ ഗുരുതരമായ ഒന്നാണെന്നുള്ളതാണ്. അതായത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വളരെ പഠിച്ചിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം അത് സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇഫക്റ്റ് എന്നുള്ളത് വളരെ 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 ഗുരുതരമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വലിയ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന അദ്ദേഹം ഇത്തരത്തിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാട് ഇത് പറയുന്നത്? ഇത് മുജാഹിദ് നിലപാടാണ്, ഇത് അവരെ എപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാമെങ്കിലും ഇത് പറയുന്ന ഒരു ചരിത്ര മുഹൂർത്തമുണ്ട്. നമ്മൾ എപ്പോഴും ഒരു പ്രബോധകൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ സാഹചര്യമാണല്ലോ. ഒരു സാമൂഹിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭീകരമായി വേട്ടയാടപ്പെടുന്നു, മുസ്ലിം എന്ന കാരണം കൊണ്ട് മാത്രം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ വിഭാഗത്തെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരു വലിയ സാമൂഹിക വിപത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നവർക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിന്ത മനസ്സിൽ വന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ട്, ഇതിലും ശക്തമായിട്ട് കേട്ടിട്ടുണ്ട്.
ഇത് ചുഴലിയുടെ മാത്രം അഭിപ്രായമല്ല. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും KNM ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അൽമനാർ മാസികയിൽ ഇതേപോലൊരു ചോദ്യം AP അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് സുന്നികൾ മുശ്രിക്കുകളാണ് എന്നാണല്ലോ, പക്ഷേ ഈ മുസ്ലിം സൗഹൃദ വേദി പോലുള്ള പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ എങ്ങനെയാണ് സുന്നികളുടെ കൂടെ ഇരിക്കുന്നത് എന്ന് അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത്, മറുപടി എന്ന് പറയുന്നത്, ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് സ്വയം ബഹുദൈവ വിശ്വാസികൾ എന്ന് ഡിക്ലെയർ ചെയ്യുന്ന, ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകൾ, മറ്റു ആരോപണം നേരിടുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ബഹുദൈവ വിശ്വാസിയാണ് എന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്താൽ അയാൾ ബഹുദൈവ വിശ്വാസി എന്ന് കാണുക. ഒരാൾ സ്വയം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമായി കാണുക. അപ്പോൾ അതാണ് ഒരു ബഹുസ്വര സമൂഹത്തിലല്ല, ഏത് സമൂഹത്തിലായാലും സ്വീകരിക്കപ്പെടേണ്ട നിലപാടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞത് ഒരു മുജാഹിദ് നേതാവാണ്. ഇത് പറഞ്ഞത് AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന KNM-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്നു. സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്, സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ് മുജാഹിദ് നിലപാട്? അപ്പോൾ ഇതൊക്കെ പറയുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ SYSൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഹസൻ മുസ്ലിയാർക്ക് ഉമർ മൗലവി കത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഏതാണ് കേരളത്തിലെ മുജാഹിദുകളുടെ നിലപാട്? അപ്പോൾ ഇത് പറയാൻ കാരണം ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഇബ്നു ബാസിൻ്റെ ഫത്വകൾ എടുത്തു നോക്കിയാൽ, ഈ ഉസൈമീൻ്റെ ഫത്വകൾ, ഇപ്പോഴുള്ള ഈ അദ്ദേഹം ഉണ്ടല്ലോ ഫൗസാൻ, അദ്ദേഹത്തിൻ്റെ ഫത്വകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സുന്നികൾ മുശ്രിക്കുകൾ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു സംശയമില്ല. പക്ഷേ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം, അതായത് ഗൾഫിലെ സലഫി ധാരയിലെ തീവ്രമായ ആ ചിന്തയിൽ ആളുകൾ ഇവിടെയുണ്ട്. ഇത് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് വേറൊരു പണ്ഡിതൻ, അദ്ദേഹം സക്കറിയ സ്വലാഹി വിഭാഗത്തിലുണ്ടായിരുന്ന, സക്കറിയ സ്വലാഹി മരിച്ചുപോയി, ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റൌഫ് നദ്വി എന്നാണ്. അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മുശ്രിക്കുകൾ എന്നല്ലാതെ പിന്നെന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ സലഫികൾ, ഉത്തമരായ സലഫികൾ എന്ന് പറയുന്നവർ വേറെ സൗകര്യത്തിന് വേണ്ടി ഇതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നത്. ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്ക്, അത് മുശ്രിക്കിൻ്റെ മലയാണ് ബഹുദൈവ വിശ്വാസം. ഇതങ്ങനെ തന്നെ പറയണം എന്ന് ഈ അബ്ദുൾ റൌഫ് നദ്വി എന്ന് പറഞ്ഞ്, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതുപോലെ നിരവധി എഴുത്തുകളും പ്രസംഗങ്ങളും നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത്തരം ചർച്ചകൾ പണ്ഡിതന്മാരുടെ ഇടയിൽ മാത്രം ഒതുക്കി നിർത്തുക. അതായത് ഇതൊരു വളരെ വളരെ ആലോചനയോടുകൂടി, വളരെ കാര്യഗൗരവത്തിൽ, അവധാനതയോടുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതിങ്ങനെ പുറമേ ഇട്ടിട്ട് അലക്കി കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു സാഹചര്യത്തിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗം മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നു. ഇപ്പം മുജാഹിദുകൾക്കിടയിൽ തന്നെ പരസ്പരം ശിർക്കാരോപണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കോമൺ സെൻസ് എന്നൊരു സാധനം ഉണ്ടല്ലോ, കോമൺ സെൻസ്, ഒരു സാമാന്യ ബോധമെങ്കിലും വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ എന്തൊരു ഇൽമുണ്ടായി കഴിഞ്ഞിട്ടും ഈ ഹിക്മത്തില്ലാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിന് ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് എത്രയും വേഗം ഈ ചർച്ച അവസാനിപ്പിക്കുന്നതോ അതാണ്. കാരണം അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ ആ ഷോട്ടിൻ്റെ അവസാനം ഒരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഗൗരവപരമായിട്ടുള്ള സംഭവമാണ്. അതൊക്കെ പുറത്ത് ചർച്ച വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വിപത്തുകളാണ് ഉണ്ടാവുക എന്നൊരു ആലോചിക്കേണ്ടത് ഒരു പണ്ഡിതന്മാരുടെ കടമയാണ്. അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഒരു ബൗദ്ധിക വ്യായാമം എന്ന നിലയിൽ പണ്ഡിതന്മാർ ഇരുന്നിട്ട് ചർച്ച ചെയ്യുക എന്നല്ലാതെ സോഷ്യൽ മീഡിയയിലിട്ട് ഇത് ജനങ്ങളുടെ മുന്നിൽ, പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ വളരെയധികം മുസ്ലിങ്ങൾ ഒരു വലിയൊരു ലിവിങ് ഓൺ ദ എഡ്ജ് എന്ന് പറയാറില്ലേ, അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇത്തരം ചർച്ചകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാണ് എനിക്ക് തോന്നുന്നു ഈ KNM പോലും അല്ലെങ്കിൽ വിസ്ഡം പോലും അവരുടെ ഔദ്യോഗികമായി നിലപാടായി ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഒരു ചെറിയ സൂചനകൾ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അനീഫ് കായക്കൊടി KJUവിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇന്നലെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചുഴലി മൗലവി KNMൻ്റെയോ KJUവിൻ്റെയോ ഒരു ആരുടെയും ഔദ്യോഗിക പദവിയിലില്ല. ഇത് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ്, ഇത് സംഘടനയുടെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയോ നിലപാടല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ സംസാരിക്കുന്നത് ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ടല്ല വരുന്നത്. മറിച്ച് ഞാൻ പറയുന്നത് ഹക്കാണ്, സത്യവിശ്വാസമാണ്, അതെപ്പോഴും പറയണം. അതിന് പൊളിറ്റിക്സൊന്നും നോക്കണ്ട, ഏത് സന്ദർഭത്തിലും ഹക്ക് പറയുന്നതിന് ആരെയും പേടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. ഈ ഹദീസുകളുടെ ആയത്തുകളുടെ പിൻബലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷേ ഇത്രയും ബൗദ്ധിക നിലവാരമുള്ള ഇല്ലാത്ത ആളുകൾക്ക് വളരെയധികം ആശയക്കുഴപ്പമുണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പോൾ ആ ഒരു ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണ് പ്രശാന്തിൻ്റെ ലാസ്റ്റ് പറഞ്ഞു വെച്ചാൽ സുന്നി സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പാദചര്യ പിന്തുടരുന്ന ഒരു വിഭാഗത്തെ മുഷ്രിക്കാണ് എന്നൊരു ആരോപണം അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അടച്ചാക്ഷേപിച്ച് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഇസ്ലാമിക മാനം അതുകൂടി നമുക്ക് ചർച്ച ചെയ്യാതെ ചർച്ച മുന്നോട്ട് പോകാൻ തോന്നുന്നു. അതെന്താണ്? എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആക്ഷേപം സുന്നികൾക്കെതിരെ മുജാഹിദ് വിഭാഗം ഉന്നയിക്കുവാനുള്ള കാരണം താങ്കൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? ഇവിടെ സ്വാഭാവികമായിട്ട് പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് വഹാബി ഐഡിയോളജി അല്ലെങ്കിൽ സലഫിസം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അത് വേറിട്ട് നിൽക്കുന്നത് ഇത്തരം തികച്ചൊരു വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റിലൂടെ. ഉദാഹരണത്തിന് ഇസ്ലാമിക കൺസെപ്റ്റ് പ്രകാരം, ഇസ്ലാമിക സങ്കല്പ പ്രകാരം തൗഹീദ്, ഏകദൈവവിശ്വാസം ഇസ്ലാമിൻ്റെ മാനദണ്ഡമാണ്. ആ തൗഹീദിന് വിരുദ്ധമായ ബഹുദൈവ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരാളെ മുശ്രിക് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസി എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ട് ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും അറിയുന്ന നിലപാടാണ്, ഇസ്ലാമിൻ്റെ ഈ ഒരു തൗഹീദ് എന്നുള്ള ഒരു അടിത്തറയിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ അയാളുടെ മെമ്പർഷിപ്പ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും, അയാൾ ഇതിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ മരിച്ചു കഴിഞ്ഞാൽ പരസ്പരം കണ്ടാൽ സലാം പറയുക, മരണാനന്തരം എന്തു ചെയ്യുക, അനന്തര സ്വത്തെടുക്കുക, പരസ്പരമുള്ള വിവാഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇവിടെ ലോകത്തുടനീളം ഇപ്പോൾ സ്വാലിഹ് ഹുസൈമീനെ പറഞ്ഞു, ഇബ്നു ബാസിനെ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ പറഞ്ഞു. പക്ഷേ ഇവരൊക്കെ ആഗോളതലത്തിൽ വെച്ചു പുലർത്തുന്ന ഒരു വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു നിലപാടുണ്ട്. അഥവാ ഒരു ഭാഗത്ത് ഷിർക്കാണ് ഈ ചെയ്യുന്നത് എന്ന് പറയുക, നിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെ ആക്ഷേപിക്കുക, എന്നിട്ട് ഇതേ സുന്നികളെ തുടർന്നായിരിക്കും ഇവർ നിസ്കരിക്കുക. അത് ഇവൻ സൗദി അറേബ്യയിൽ പോലും അവർക്ക് പലപ്പോഴും ഈ ഒരു കാരണം ലോക മുസ്ലിം കോൺഫറൻസ് വിളിച്ചു കഴിഞ്ഞാൽ, കാരണം ലോക മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷവും ഇവർ ഷിർക്കാണ് എന്ന് ആരോപിക്കുന്ന ആരോപണത്തിന് വിധേയരായവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെക്കാണ് ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് പരിഗണിക്കും, അവരുടെ പിന്നിൽ തുറന്നു നിസ്കരിക്കും, അവരറുത്തത് ഭക്ഷിക്കും, അനന്തര സ്വത്തെടുക്കും. ഇതൊക്കെ ഒരു ഭാഗത്ത് ചെയ്യുക, എന്നിട്ട് വേറൊരു ഭാഗത്ത് നിങ്ങൾ മുസ്ലിങ്ങളല്ല, നിങ്ങൾ ഷിർക്കിൻ്റെ വക്താക്കളാണ് എന്ന് പറയുകയും ചെയ്യുക. ഈ ഒരു വൈരുദ്ധ്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സുന്നികളെ ഇവർ ആരോപിക്കുന്നത് സുന്നികൾ മരിച്ചുപോയ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് അവരെ ബറക്കത്ത് തേടുന്നു, അല്ലെങ്കിൽ എന്താകുന്നത് അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് ഇവരെ സുന്നികൾ ഇസ്ലാമിന് പുറത്താണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആരോപണത്തിന് വിധേയരാകാത്ത ഒരു നൂറ്റാണ്ടിലെ മുസ്ലിം ലീഡർഷിപ്പ് പോലില്ല. കാരണം ഇത് ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഒരു വൈരുദ്ധ്യം അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഷിർക്ക് എന്ന ആരോപണം ഒരാളെക്കുറിച്ച് ഇസ്ലാമിൽ ഏത് പാപവും പൊറുക്കപ്പെടും. നിങ്ങൾ കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള അപരാധങ്ങൾ ചെയ്താൽ പൊറുക്കപ്പെടും എന്നതാണ്, ദൈവത്തെ പടച്ചവനോട് പശ്ചാത്തപിച്ച് കഴിഞ്ഞു. പക്ഷെ ഷിർക്ക് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, ഒരിക്കലും പൊറുക്കപ്പെടുകയില്ല.
അയാൾ നിത്യനിതാന്തമായി നരകത്തിൽ കടക്കും എന്നതാണ്. ഇതാണ് മുസ്ലിം ലോകത്തിൻ്റെ മഹാഭൂരിപക്ഷത്തെക്കുറിച്ച് ഇവർ നിരന്തരം ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ഖലിതങ്ങൾ പറ്റി, സുന്നി ലോകമേ അല്ലെങ്കിൽ മുസ്ലിം ലോകമേ, നിങ്ങൾക്ക് സ്ഖലിതം പറ്റി, നിങ്ങളുടെ ഈ നിലപാടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നതായിരുന്നുവെങ്കിൽ അതിനൊരു സംവാദാത്മകമെന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഇത് അതുപോലുമല്ല. നിങ്ങൾ ഈ ഗ്രൗണ്ടിന് പുറത്താണ്, ഈ ഗാലറിക്ക് പുറത്താണ് എന്നുള്ള വളരെ വിഷലിപ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവർ വെച്ച് പുലർത്തുന്നത്. ഇന്നലെ SYSൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് സംബന്ധിച്ച് വന്നതിന് സുപ്രഭാതം അത് വാർത്തയാക്കിയപ്പോൾ എനിക്ക് സ്വകാര്യമായിട്ടൊരു ജില്ലാ തലത്തിലുള്ളൊരു യുവജന വിഭാഗം നേതാവ്, മുജാഹിദ് വിഭാഗത്തിൻ്റെ, എന്നോട് ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ താങ്കൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് 2-3-4 പോയിന്റ് എനിക്ക് അയച്ചു വന്നു. അതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഇത്രയും കാലം സുന്നി വേദികളിൽ നിന്ന് മുജാഹിദുകളെ തുടർന്ന് നമസ്കരിക്കരുത് എന്ന് സുന്നികൾ പറഞ്ഞിട്ടില്ലേ? ഒന്നാമത്തെ ചോദ്യം. അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് സുന്നികൾ മുജാഹിദുകളെ നോക്കി പറഞ്ഞിട്ടില്ലേ? അവരോട് സലാം പറയരുത് എന്ന് സുന്നികൾ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അവരുടെ മയ്യത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ ഒരു വിഷയത്തിൽ ഇവിടെ നമ്മളും മുജാഹിദുകളും തർക്കമുള്ളത്, മുജാഹിദുകളെക്കുറിച്ച് സുന്നി സമൂഹത്തെക്കുറിച്ച് അവർ ഷിർക്ക് എന്ന് നിരന്തരം ആരോപിച്ചപ്പോഴും, മുഷ്രിഖ് എന്ന് ആരോപിച്ചപ്പോഴും, നിങ്ങൾ ഇസ്ലാമിന് പുറത്താണ് എന്ന് ആരോപിച്ചപ്പോഴും ഒരിക്കൽ പോലും സുന്നി മെയിൻ സ്ട്രീം ഒരാളെ കാഫിറാക്കിയിട്ടില്ല എന്നാണ്, ഒരാളെ മുഷ്രിഖാക്കിയിട്ടില്ല. അത് മുജാഹിദ് എന്നുള്ളതല്ല, മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന, ഇസ്ലാമിൻ്റെ 5 നേരം കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ കുറിച്ച് മുഷ്രിഖ് എന്ന് ആരോപിക്കരുത് എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പാഠമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പാഠമാണ്. അതേസമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. ആ മാറ്റി നിർത്തുമ്പോഴും അവർ മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു, അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് അംഗീകരിക്കുന്നു. അപ്പോൾ അവിടെ ആ മറുപടിയിൽ ഒരു കൺഫ്യൂഷൻ ഇത് വന്നേക്കാവുന്നത് കൊണ്ടാണ് ഞാൻ അതിന് ഇടയ്ക്ക് കയറി ചോദിക്കുന്നത്. അപ്പോൾ ഈ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നൊരു പ്രക്രിയ എന്നുള്ള നിലക്ക് ആ പ്രക്രിയയിൽ അവരെ തുടരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ നമുക്ക് ക്ലബ് ചെയ്യാൻ കഴിയും? മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, നമ്മൾ ഉദാഹരണത്തിന് ഒരു ഇമാം, ഈ ഇമാമിനെ ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും വിശ്വാസവും നിലപാടുകളും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ, ആ ആളുകളെ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുക എന്നത് ഗുരുതരമാണ്. അവർ മുസ്ലിങ്ങളാണ്, അവരുടെ വിശ്വാസത്തിൽ പിഴവുണ്ട് എന്നതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അവർ മുസ്ലിങ്ങളല്ല എന്ന് ഒരിക്കലും അവർ ഇസ്ലാം പറയുന്നില്ല. മാത്രമല്ല, പ്രവാചകന്റെ വ്യക്തമായ നിർദ്ദേശമാണ്, ഒരു മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾ കാഫിർ അല്ലെങ്കിൽ മുഷ്രിഖ് എന്ന പ്രയോഗം നിങ്ങൾ പ്രയോഗിക്കരുത്. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആരാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് അവരിലേക്ക് ഇത് തിരിച്ചു വരും എന്നുള്ള. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ചുഴലി തന്നെ മുമ്പ് ഗാസ വിഷയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, പിന്നെ അബ്ദുൽ ഖായം മദനി തന്നെ അദ്ദേഹത്തെ തിരുത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ മുൻപ് കണ്ടതാണ്. ഇത്തരത്തിൽ നേരത്തെയും ഒരുപാട് വിവാദങ്ങളിലൂടെ ഇന്ന് താങ്കൾ പറഞ്ഞു വെച്ചൊരു കാര്യം, ഇവർ പറയുന്നതിൽ ഇവർക്ക് തന്നെ ഏതാണ് ഇവരുടെ അഭിപ്രായം എന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൺഫ്യൂഷനൊക്കെ പൊതുസമൂഹത്തിലേക്ക് അവർ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്? ബോധപൂർവമായിരിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതിയുടെ ഭാഗമായിട്ട്? അങ്ങനെ ഏതെങ്കിലും നമുക്കങ്ങനെ ഒരു ഗസ് ചെയ്യാൻ നമുക്ക് എന്താണ് പറ്റുക? അല്ല, ഇവരൊക്കെ നിഷ്കളങ്കരാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് ചുഴലി അബ്ദുള്ള മൗലവി എന്തെങ്കിലും ഒരു അജണ്ട വെച്ചിട്ടാണ് സംസാരിച്ചത് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഹക്കാണ്, സത്യവിശ്വാസമാണ്, വിശ്വസിക്കുകയാണത് ഇവരാരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് ഈ പ്രബോധന രീതിയിലുള്ള ഒരാളല്ലേ, പറഞ്ഞിട്ടുണ്ടാവണം. ഒന്നാമത് ഈ വാക്കുകൾ ഇപ്പോൾ ഇന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ സജീവമായ കാലഘട്ടത്തിൽ, മുമ്പ് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചുഴലിയുടെ മാത്രമല്ല, നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, ഇനി ഉദാഹരണം ഒരുപാടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഏറ്റവും വലിയ അപകടകരമായ കാര്യം, ഇപ്പോൾ ഒരാൾ ഒരു അജണ്ട വെച്ചിട്ടാണ് ഒരു കാര്യം പറയാൻ വിചാരിക്കുക, അതായത് തെറ്റാണ് ഞാൻ പറയുന്നത് എന്ന ബോധ്യം വെച്ച് വേറെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടി പറയുന്നൊരു കാര്യം. അങ്ങനെയല്ല ഇത്. ഇവരിത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ഇതാണ് പറയേണ്ടത്, ഇതാണ് എപ്പോഴും പറയേണ്ടത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് കൂടുതൽ അപകടകരമെന്ന് ഞാൻ കരുതുന്നു. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടി താൻ പോലും ഉൾക്കൊള്ളാത്തൊരു വിഷയം, ആശയം പറയുകയല്ല അവർ ചെയ്യുന്നത്. അവർ വിശ്വസിക്കുന്നത് സുന്നികൾ ശരിക്കും മുശ്രിക്കുകൾ തന്നെയാണ് എന്നാണ്.
അപ്പോൾ അതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത്. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. കാരണം അവരുടെ അജണ്ടകളൊന്നും ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അജണ്ടയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല, എനിക്കറിയില്ല. അജണ്ട ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഈ വലാവും ബറാവും ഒരുപാട് ചർച്ച ചെയ്തതാണ് നമ്മൾ. അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണോ എന്നുള്ളത്. അപ്പോൾ അതിന് വലിയ കോലാഹലങ്ങളുണ്ടായി ഇതൊക്കെ. പക്ഷേ അപ്പോൾ ഇതൊക്കെ അവർ വിശ്വസിക്കുന്നതാണ്, അങ്ങനെ തന്നെ ആണ് പാലിക്കപ്പെടേണ്ടത്, ഇത് അഖീദയുടെ ഭാഗമാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്, ഇതിങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുമ്പോഴാണ് അവരെ തിരുത്തേണ്ട ആവശ്യമുണ്ട് വരുന്നത്. അത് തിരുത്തേണ്ടത് പണ്ഡിതന്മാരാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് വിശ്വാസം പിന്തുടർന്നാലും അത് എന്നെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു വലിയൊരു മുസ്ലിം ഒരു സമുദായത്തെ, ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് ഒരു വലിയൊരു റിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു അത്തരത്തിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മൾ ഉള്ളത്. ഇപ്പം മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ സുന്നി മുജാഹിദ് സംവാദങ്ങൾ പണ്ട് നടന്നതുപോലുള്ള ഒരു ഉഷിരോടെ അല്ലെങ്കിൽ വാശിയോടെ ഇപ്പോൾ നടക്കാറില്ല. അത് കാരണം അവർക്കറിയാം അതല്ല ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യേണ്ട സമയമുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അത് ചർച്ച ചെയ്യപ്പെടാൻ വേറെ വേദികളുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കുമല്ലോ കാര്യങ്ങൾക്ക്, പറയുന്ന പ്രയോറിറ്റി. ഇപ്പോഴുള്ള പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ജീവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഇന്ത്യയിൽ സിറ്റിസൺ ആയിട്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടക്കുന്ന സമരം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിലേക്ക് ശ്രദ്ധ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടല്ല പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ പറഞ്ഞത് എങ്ങനെയായാലും ഉദ്ദേശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്. അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു ക്ഷതം എന്ന് പറയുന്നത് വലിയ വില കൊടുക്കേണ്ടി വരുന്നതാണ്. അതാണ് ഒരു കൺസേൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ കേരളത്തിലെ സുന്നി സമൂഹം അത് പിളർപ്പിന് മുൻപും ശേഷമൊക്കെ ആണെങ്കിലും മറ്റ് സംഘടനകളൊക്കെ ആണെങ്കിലും ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സംഘടനകളൊക്കെ കേരളത്തിനകത്ത് പുലർത്തി പോന്നിരുന്നൊരു ജനാധിപത്യ മതേതരത്വ ബോധവും ഐക്യവും ഒരു സംഘടനാ സംവിധാനവും മതബോധവും അങ്ങനെ തുടങ്ങിയ അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ഇതുവരെ കേരളത്തിലെ സുന്നി സമൂഹത്തിന് ഒരിക്കലും പോവേണ്ടി വന്നിട്ടില്ല. എത്ര വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ഇപ്പോൾ ആടുമേക്കൽ പോലെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. ഈ സലഫിസം വളരെ തീവ്രമായിട്ടാണ് ചില വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നത് എന്ന്. ഈ വിഷയത്തിൽ മാത്രമല്ല, അങ്ങനെ അവർ കൈക്കൊള്ളുന്ന ചില പൊതു വിഷയങ്ങളിൽ പോലും ആ തീവ്രത പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തീവ്രത എന്തുകൊണ്ടാണ് ഈ സലഫിസത്തിനകത്ത് നിന്ന് പുറത്തേക്ക് അറിയാതെ ചാടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത് അത് ഈ ഒരു കെട്ടുപൊട്ടിക്കഴിഞ്ഞാൽ, അല്ല, എൻ്റെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അത് അറിയാതെയാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ആ തീവ്രത വരുന്നത്? അത് നമ്മൾ ഇത് പരമ്പരാഗതമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു രീതി ഉണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് പിന്തുടർന്ന് വന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് കാലനിബദ്ധമായിട്ട് ആരോടാണ് സംസാരിക്കുന്നത് അവരുടെ ആ പല ഘടകങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചു വന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരമ്പരാഗത ഇസ്ലാം എന്ന് മറ്റുള്ളവർ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു. ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തു സാധ്യമാണ്? അപ്പം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം ഇതിപ്പോൾ ഈ പരമ്പരാഗത ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം എന്നുള്ളത്, കെട്ടുറപ്പ് എന്നുള്ളത് അത് ടൈം ടെസ്റ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ആയത്തുകൾ പഠിപ്പിക്കണം, അത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണകളുണ്ട്. അതല്ലാതെ നിങ്ങളൊരു ട്രാൻസ്ലേഷൻ എടുത്തിട്ട്, ഖുറാൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എടുത്തിട്ട് ഒരു ആയത്ത് വായിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അത് മുജാഹിദുകളത് പ്രോത്സാഹിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് അങ്ങനെയും ചെയ്യാമെന്ന രീതിയിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും സാധ്യമാണ്.
പിന്നെ ഓരോരുത്തർ അവർക്ക് തോന്നിയ രീതിയിൽ അതിനെ ആഖ്യാനിക്കുക. മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ മറ്റേതിനെ അവർ തക്ലീദ് എന്ന് പറഞ്ഞിട്ട് അവർ വളരെ കളിയാക്കിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ തക്ലീദ് അല്ലെങ്കിൽ ഇത്തിബാഗ് എന്ന് പറയുന്നത് അതിന് ഒരു സോഷ്യൽ ഇതും കൂടിയുണ്ട്. ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്ന്, സമൂഹം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഏതളവിലാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തക്ലീദ് വേണ്ട അല്ല ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫ്രീ ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ സ്വന്തമായ വായനകളിലേക്ക് പോകും. സ്വന്തമായ വായനകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കും. ഇൻ്റർനെറ്റ് മുഫ്തിമാരുണ്ടാവും, അവരിൽ നിന്ന് അറിവുകൾ കിട്ടും. അപ്പോഴാണ് ഈ ആടുമേക്കൽ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ കേരളത്തിൽ നിന്ന് ഹിജറ പോകുന്നത് വരുന്നത്. കേരളത്തിൽ 1400 കൊല്ലം ജീവിച്ചിരുന്ന ഒരു മുസ്ലിമിനും തോന്നാത്ത ഒരാശയം, പുതിയൊരാശയം ഒരാൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ഇതിൽ ഈ സ്ട്രീം ഒന്നായിരിക്കില്ലല്ലോ. അപ്പോൾ അതാണ് ഈ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു കെട്ടുപാടിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, ഈ അടിസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്തും സാധ്യമാകുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പരമ്പരാഗത ഇസ്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ സമസ്ത പോലുള്ള ഒരു സംഘടന നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം. അപ്പോൾ പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളത്. അപ്പോൾ സമസ്തയുടെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് ശംസുൽ ഉലമ എ.കെ. അബൂബക്കർ മുസ്ലിയാർ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം. അപ്പോൾ പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളത്. അപ്പോൾ സമസ്തയുടെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് ശംസുൽ ഉലമ എ.കെ. അബൂബക്കർ മുസ്ലിയാർ 60ാം വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ, അദ്ദേഹം അതിൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം അത് അദ്ദേഹം സാമൂതിരിയുടെ കാലത്തുണ്ടായിരുന്നത്. അതൊക്കെ സൈനുദ്ദീൻ മഖ്ദൂം അത് നിലനിൽക്കണമെങ്കിൽ ഈ സമസ്തയെപ്പോലുള്ള ഒരു പരമ്പരാഗത മുസ്ലിം സംഘടന ഇവിടെ വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് നിലനിർത്തുക, ഇപ്പോൾ ഈ ഒരു ഇസ്ലാം ഇവിടെ എങ്ങനെ നിലനിന്നോ ആ രീതിയിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ ഈ പരമ്പരാഗതമായി നമ്മൾ പുലർത്തിക്കൊണ്ട് വന്ന ഒരു ജാഗ്രത അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും, ഇത്തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷനുകളുണ്ടാവും. അത് ഓരോരുത്തരെ പോലെ ഉണ്ടാവുകയും പിന്നെ അത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ഈ പ്രശാന്തൻ പറഞ്ഞ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഹദീസുകളിൽ കൊണ്ടുവരുന്നു. ചില ഹദീസുകൾ ഈ കാലത്തിന് പറ്റില്ല എന്നതുകൊണ്ട് അവർ യോഗം ചേർന്ന് ഹദീസുകൾ എഴുതി തള്ളുന്നു. ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ശരിയായ ഇസ്ലാമിൻ്റെ തനതായ ഇസ്ലാം സുന്നി സമൂഹമൊന്നും അത് ഒരിക്കലും ഉൾക്കൊള്ളുന്ന ഒന്നല്ല. മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? കാരണം കാലത്തിനനുസരിച്ച് ഇത് ഹദീസുകളിൽ മാറ്റം വേണം എന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെ ഒരു യുക്തി ഇതൊക്കെ ആയിരിക്കില്ലേ ഇത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ അവരുടെ പണ്ഡിതന്മാർ പോലും തീവ്രമായിട്ട് പറയാനും പഠിപ്പിക്കാനും ഒക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു യഥാർത്ഥ ആശയങ്ങളെ അവർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് ചിന്തിക്കും? മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം പ്രശാന്ത് ഇവിടെ സൂചിപ്പിച്ചു. അഥവാ ഒരു വളയമില്ലാതെ ചാടുക എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതല്ല, നമ്മൾ ഒരു ഫ്രെയിം, ഒരു ചട്ടക്കൂട്, ഈ ചട്ടക്കൂടിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മതസംവിധാനം, അതിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ സ്വതന്ത്ര ചിന്തയുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രമാണങ്ങളെ എങ്ങനെയും വ്യാഖ്യാനിക്കാം. പരമ്പരാഗത മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഫ്രെയിമിനകത്ത് വരുന്ന ആളുകളാണ്. ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ഖുർആൻ വായിക്കേണ്ടത്, ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ഹദീസുകളെ വായിക്കേണ്ടത്. നിങ്ങൾ സ്വതന്ത്രമായി എന്തു ചെയ്യാം? വ്യാഖ്യാനിക്കാം. ഈ സ്വതന്ത്രമായ വ്യാഖ്യാനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എങ്ങനെയും ഖുർആനെ, അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റുകളെ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇന്നമൽ മുശ്രിക്കുന നജസുൻ പോലെയുള്ള വാക്കുകളെ എടുത്തിട്ട് അത് ഇന്ത്യ പോലുള്ള കേരളം പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ അതെങ്ങനെ പറയണം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ എന്താകുക പറയാം എന്ന് ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് പ്രശ്നങ്ങൾ പറ്റും, ഇവിടെയുള്ള മറ്റു സാമൂഹിക സംവിധാനങ്ങൾക്ക് പ്രശ്നങ്ങൾ പറ്റും. ഇവിടെ ഈ ഒരു വ്യാഖ്യാനത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം പോയത് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ ലിങ്ക് വന്നു.
അഥവാ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സുഴുതി പണ്ഡിതന്മാരെയാണ്. അവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട ചില സ്കോളേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൗദിയിലെ വളരെ തീവ്ര സമീപനം വെച്ച് പുലർത്തുന്ന മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഷിർക്ക് എന്ന് അവർ പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരെ മുസ്ലിങ്ങളുടെ ഇപ്പോൾ അവിടുത്തെ പൊതു ശ്മശാനങ്ങളിൽ സുന്നികളെ മറവ് ചെയ്യാൻ പാടില്ല എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചവർ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തീവ്ര സമീപനം അതേ സാധനം ഇവിടെയും അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും അതേ സാധനം എന്തെന്ന് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം, മുജാഹിദ് പ്രസ്ഥാനം അനുഭവിക്കുന്ന ഒരു ആന്തരികമായൊരു കൺഫ്യൂഷനുണ്ട്, ഒരു ഉള്ളിൽ നടക്കുന്ന ഒരു സംഘടനമുണ്ട്. അഥവാ സുന്നികളെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ഒന്നാം നാൾ മുതൽ ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് ഷിർക്ക് എന്നുള്ളത്. പക്ഷേ ഇന്നോളം ആ ഷിർക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ, അത് നിർവചിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ്. സുന്നികൾക്കിടയിൽ ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷമായി സമസ്തക്കിടയിൽ ഒരുപാട് ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായിട്ടുണ്ട്, അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായിട്ടുണ്ട്, കാന്തപുരം വിഭാഗം സമസ്തയിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ സുന്നികളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് സുന്നികൾക്കൊരു നിശ്ചിത ഫ്രെയിമുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നികൾക്കിടയിൽ ആശയപരമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും, പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ നിലപാടുകളിൽ ഇന്നോളം ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു സംഘടനക്കകത്ത് അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു വീക്ഷണ വൈജാത്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചില തീവ്രമായിട്ടുള്ള സമീപനം സ്വീകരിക്കും, നിലപാടുകൾ കണിശമാക്കും, അല്ലെങ്കിൽ നിലപാടുകൾ കുറച്ച് സോഫ്റ്റ് ഇത് സ്വീകരിക്കുമെന്നതിനപ്പുറത്ത് നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ഗ്രൂപ്പുകളുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയില്ല. ഒരു വിഭാഗം ഗ്രൂപ്പുണ്ടായി എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ഒരു വിഭാഗം മറുവിഭാഗത്തെ ഷിർക്ക് ആരോപിക്കുന്നു എന്നുള്ളതാണ്. അഥവാ സുന്നികളെക്കുറിച്ച് നിങ്ങൾ മുശ്രിക്കാണ് എന്ന് പറയുന്നു എന്നതുപോലെ ഇപ്പൊ ഔദ്യോഗിക KNM വിസ്ഡം വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഷിർക്കിന്റെ വക്താക്കളാണ് എന്നാണ്. അഥവാ കേരളത്തിലെ സുന്നികളെക്കുറിച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഥവാ ജിന്നുകളെ വിളിച്ച് പൂജിക്കുന്നവർ, ജിന്നുകളെ വിളിച്ച് ആരാധിക്കുന്നവർ, ജിന്നുകളെ വിളിച്ചു തേടുന്നവർ ആണ് കേരളത്തിലെ വിസ്ഡം മുജാഹിദ് ഗ്രൂപ്പ്. ആകയാൽ അവർ ഇസ്ലാമിൻ്റെ ഗ്രൗണ്ടിന് പുറത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ ചുരുങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് അവർക്ക് എത്തിപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആലോചിക്കാതെ ഒരു സമൂഹത്തിൻ്റെ മേൽ ആരോപിച്ചു എന്നുള്ളതാണ്. ആ ആരോപണം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സ്വന്തം ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉണ്ടായ ഒരു നിലപാടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് തൗഹീദ്. ഈ തൗഹീദ് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായിട്ടുള്ള ആശയമാണ്. ഈ തൗഹീദ് ഏത് സാധാരണക്കാരനും മനസ്സിലാകാൻ മാത്രം സിമ്പിളാണ്. എന്നിട്ടും ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറുവിഭാഗം പണ്ഡിത സഭയെ, മുജാഹിദ് വിഭാഗത്തിൻ്റെ പണ്ഡിതനായിരുന്നു സക്കരിയ സ്വലാഹി അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, പണ്ഡിതന്മാരെ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠമായ തൗഹീദ് മനസ്സിലായിട്ടില്ല. ഈ മുജാഹിദ് സ്കോളേഴ്സിന് മനസ്സിലാകാത്ത തൗഹീദാണ് ഈ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ മേൽ ആരോപിച്ചിട്ട് അതുകൊണ്ട് നമുക്കത്ര ബേജാറില്ല, കാരണം അവർക്ക് പോലും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇനിയിപ്പോൾ ഈ സംഘടനാപരമായിട്ട് മുജാഹിദുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചർച്ചകളൊക്കെ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിഭാഗം തന്നെ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഈ സുന്നി സമൂഹം ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ളൊരു നിലപാടിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ല, സുന്നി സമൂഹത്തിൻ്റെ ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് ഒരാരോപണം ഉന്നയിക്കും. മനുഷ്യരാണ്, വീക്ഷണ വൈചാത്യങ്ങളുണ്ടാകാം, സുന്നികൾ ചെയ്യുന്ന നിലപാടുകൾ, അതേപോലെ അവരുടെ സുന്നികളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പോൾ മക്ബറകളിലേക്ക് പോകുന്നത്, മഹാന്മാരോട് ഇടതേടുന്നത്, അതിൽ വീക്ഷണ വൈചാത്യങ്ങൾ ഉള്ളവരുണ്ടാകാം. വിശ്വാസികൾ എന്ന നിലക്ക്, മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ വീക്ഷണ വൈചാത്യം അല്ല പ്രശ്നമായി വന്നത്, മറിച്ച് ഇതിനെ ഷിർക്ക് എന്ന ഒരു കുറ്റിയിൽ കൊണ്ടുപോയി കിട്ടി.
ഷിർക്ക് എന്ന ആരോപണം ഉന്നയിക്കുന്നതോടുകൂടി ഇതിൻ്റെ ചിത്രം മാറുന്നു. കാരണം ഷിർക്കാകുന്നതോടുകൂടി അവർ ഇസ്ലാമിൻ്റെ പുറത്താകുന്നു. അതേസമയം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിധിയിൽ ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്, ഇങ്ങനെ നിഷിദ്ധമാണ്, അല്ലെങ്കിൽ അനുചിതമാണ് എന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയില്ല. കാരണം ആ ആർഗ്യുമെൻറ്റ് നിലനിൽക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പെട്ടെന്ന് അതിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഷിർക്കിൽ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഷിർക്കിൽ പിടിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ എത്തേണ്ടി വരികയാണ്. പ്രശാന്തേട്ടനിലേക്ക് വരുമ്പോൾ, പ്രശാന്തേട്ടൻ കാലങ്ങളായിട്ട് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെയും ഇതിനിടയിലുള്ള സംഘടനകളെയും ഒക്കെ വളരെ ഗഹനമായിട്ട് തന്നെ പഠനം നടത്തിയ ഒരാളാണ്. ഈ ഒരു വിഷയം കൂടി പുതുതായിട്ട് ഈ ഒരു കേരളത്തിലെ സുന്നി സമൂഹത്തിലും അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് ചർച്ച വന്നപ്പോൾ പ്രശാന്തേട്ടന് അനുഭവപ്പെട്ട ഒരു വൈകാരം ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതിനി എവിടേക്കായിരിക്കും കൊണ്ടുപോവുക എന്നാണ് വിശ്വസിക്കുന്നത്? ഇത് എവിടേക്ക് കൊണ്ടുപോകരുത് എന്നാണ്. ഇതിവിടെ വെച്ച് നിർത്തണം. ഇത് തീരെ റീപ്രൊഡക്റ്റീവ് അല്ലാത്ത കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. കാരണം ഇതിന് തീരുമാനത്തിലെത്താൻ പറ്റില്ല നമുക്ക്. ഇതിപ്പം പണ്ഡിത ചർച്ചയല്ലല്ലോ. ഇതിപ്പം ഒരു വിഭാഗത്തെ ഒരു മൊത്തം വിഭാഗത്തെ തള്ളിക്കളയാണ്. അവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം വിധേയികളല്ല എന്ന് പറയുന്ന പോലെ അല്ല ഒരു മുശ്രിക്കുകളെന്ന് പറയുന്നത്. അവരുടെ മാർഗം മാറിയിട്ടുണ്ടെങ്കിൽ വിധേയത്ത് എന്ന സാധനത്തിൽ തിരിച്ചു വരാമെന്നുള്ളതാണ് ഇത്. പക്ഷേ ഇത് അങ്ങനെ തള്ളിക്കളയുമ്പം ഒരു വിഭാഗത്തെ മൊത്തം തള്ളിക്കളയുമ്പോൾ ചർച്ചയ്ക്ക് സാധ്യതയില്ലല്ലോ, പോസിബിലിറ്റി ഇല്ലല്ലോ, ഒരു ചർച്ചയ്ക്ക് സാധ്യമല്ലാത്ത രീതിയിൽ. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രസ്താവന മുജാഹിദ് വിഭാഗത്തിന് എത്രത്തോളം പരിക്കുണ്ടാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? ഒന്നാമത് ഈ പറഞ്ഞ ആളുകൾ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നവർ ഇത് കുറയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. കാരണം അത് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ളൊരവസ്ഥയിൽ ഇത് ഞങ്ങളുടെ ഔദ്യോഗിക നിലപാടാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. KNMO അല്ലെങ്കിൽ വിസ്ഡമോ അല്ലെങ്കിൽ മർക്കസ് ദാവയോ അവർ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെ എല്ലാ സുന്നികളും മുശ്രിക്കുകളാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു കപടത ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് KNM അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾ ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹം KNMൻ്റെയോ KJIവിൻ്റെയോ ഔദ്യോഗിക സ്ഥാനത്തൊന്നും ഇല്ലാത്ത ആളാണ്, ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്റ്റേജ് കൊടുക്കുന്നത് KNMൻ്റെ വേദികളാണ്, അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ KNM ഔദ്യോഗികമായി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ മറുപടി പറഞ്ഞു, അതിൻ്റെ ഭാഗത്ത് ഇവർ അങ്ങോട്ട് മറുപടി പറഞ്ഞു. അങ്ങനെ വഷളാക്കുന്നതിന് പകരം ഇത് ഒരുപക്ഷെ SYS ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, കുറച്ച് പേര് ഇറക്കി. ഇതോടുകൂടി ഇതിൽ നിർത്തിയിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു ചർച്ചയിലേക്ക് നീങ്ങുകയും കൂടുതൽ പരിക്ക് സമുദായത്തിനുണ്ടാവുകയുമാണ് ചെയ്യുക. കാരണം വൈജ്ഞാനിക ചർച്ചയല്ല ഇത് ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്കപ്പുറത്തേക്ക് നീളുന്ന ഒരുപാട് സൂചനകൾ ആ പ്രസംഗത്തിൽ സൂചനകളുണ്ട്. അത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പരിക്കുകളുണ്ട്. അതുകൊണ്ട് ഈ തൽക്കാലം ഈ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകൾ ഉടനടി അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് എവിടെയും ചുഴലി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറാൻ പോകുന്നില്ല, അദ്ദേഹം വിശ്വാസമാണത്. സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളുടെയും നിലപാട് ഇത് തന്നെയാണ്, ഇത് മാറാൻ പോകുന്നില്ല. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരാൻ അനുവദിക്കുക. ഇതിപ്പോൾ അടിസ്ഥാന പ്രശ്നമാണ്. ഇത് പുതിയതായിട്ട് ഉന്നയിക്കുന്ന ഒന്നും ഇതിലില്ല. ഇതിപ്പോൾ എത്രയോ കാലമായിട്ട് തവസ്സുൽ ഇസ്തിഗാസ ഞാൻ കേൾക്കാൻ തുടങ്ങിയ പോലെ തന്നെ 25 കൊല്ലം മുമ്പ് തന്നെ തവസ്സുൽ ഇസ്തിഗാസ ചെറുക്കാണോ അല്ലയോ എന്നുള്ളത് എത്രയോ കാലമായിട്ട് കേൾക്കുകയാണ്. ഞാൻ ഇപ്പം അത് കേൾക്കാറില്ല. കാരണം ഒരു തീരുമാനത്തിലെത്താൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം എത്തില്ല. ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉണ്ടാകുന്നത് ഇസ്ലാമിനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വളരെ വക്രീകരിച്ച് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കാൻ ഒരവസരം കൂടി ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരവസരം മാത്രമായിട്ട് ഇത് മാറും. അതുകൊണ്ട് ഈ ചർച്ചകൾ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
വെച്ച് പുലർത്തിയിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത പാരമ്പര്യ ഇസ്ലാമിൻ്റെ ഒരു വഴിയിൽ ഇങ്ങനെ വന്നിട്ടുള്ളൊരു സംവിധാനമാണ്. മുസ്ലിങ്ങൾ പ്രവാചക കാലഘട്ടം മുതൽ തുടർന്നു വരുന്ന പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നു. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പൊതുസമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇത്തരം വിഷലിപ്തമായിട്ടുള്ള ആരോപണങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഗുണകാംക്ഷയോടുകൂടി നമുക്ക് വിമർശങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ആ വിമർശങ്ങൾ അതതിൻ്റെ മാന്യമായ രീതിയിൽ ആയിരിക്കണം എന്നതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം പ്രത്യേകിച്ച് പ്രബോധകരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരോപണങ്ങൾ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് അവരവരെ കൂടി ബാധിക്കുക എന്നുള്ളത്. ഒരേ സമയം നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം കൂടി ഇവിടെ ചോദിച്ചിരുന്നു, അഥവാ ഒരേ സമയം മഹാഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുക നിങ്ങൾ ഷിർക്കിൻ്റെ വക്താക്കളാണ്, മുശ്രിക്കീങ്ങളാണ്, എന്നിട്ട് പറയുക ഈ മുശ്രിക്കീങ്ങൾ ഞങ്ങളോട് സലാം പറയുന്നില്ല, ഈ മുശ്രിക്കീങ്ങൾ ഞങ്ങളുടെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്നില്ല, ഈ മുശ്രിക്കീങ്ങൾ ഞങ്ങൾ അറുത്തത് തിന്നുന്നില്ല, ഈ മുശ്രിക്കീങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്ന് വിലപിക്കുക. ഈ ഒരു വൈരുദ്ധ്യം എന്തുകൊണ്ട് വരുന്നു എന്നതിനെക്കുറിച്ച് ഇത്തരം ആളുകൾ ഒന്ന് ആഴത്തിൽ ഇരുന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.